ഹലോ മീഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ മലയാളം പിന്നിട്ട പാതകൾ എന്ന 6ാമത്തെ യൂണിറ്റിലെ ജീവനായ നാട് എന്ന ഭാഗത്ത് വരുന്ന ഗാന്ധി തൊടൽമാല എന്ന കവിതയാണ്. അൻവർ അലി അദ്ദേഹം എഴുതിയ ഗാന്ധി തൊടൽമാല എന്ന കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, CVS, LSS ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കുമല്ലോ. ഇനി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി പാഠഭാഗത്തേക്ക് പോകാം. മക്കളുടെ മലയാളം പാഠപുസ്തകം പേജ് നമ്പർ 139. ചരിത്രം മറന്നുപോയവർക്ക് ചരിത്രം നിർമ്മിക്കാനാവില്ല എന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഈ കവിത പലതും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് ആദ്യം ഒരു ആമുഖമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ചരിത്രം മറന്നുപോയവർക്ക് ചരിത്രം നിർമ്മിക്കാനാവില്ല എന്ന ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകൾ നമ്മൾ ഓർക്കണം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നില്ലേ ഗാന്ധിജി? അദ്ദേഹത്തെ മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനാകുമോ? ഇല്ല. ഒരു കുട്ടി തൻ്റെ അമ്മയോട് സംസാരിക്കുന്ന രീതിയിലാണ് ഗാന്ധി തൊടൽമാല എന്ന കവിത അൻവർ അലി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കുട്ടി ഗാന്ധിജിയെ നേരിട്ട് കണ്ടു. അങ്ങനെ ഗാന്ധിജിയെ നേരിൽ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷമാണ് കവിതയുടെ ഇതിവൃത്തം. എങ്കിലും അല്പം കൂടി ആഴത്തിൽ കവിതയ്ക്ക് ചില കാര്യങ്ങൾ കൂടി നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. അതായത് മഹാത്മാവിന് ജനങ്ങളിലുണ്ടായിരുന്ന സ്വാധീനവും അദ്ദേഹത്തിൻ്റെ മരണം ഇന്ത്യക്കുണ്ടാക്കിയ നികത്താനാവാത്ത നഷ്ടവും ഒക്കെ ഈ കവിതയിൽ പ്രതിപാദ്യമാകുന്നുണ്ട്. ആദ്യം നമുക്ക് കവിതയൊന്ന് താളത്തിൽ ചൊല്ലി നോക്കാം. ഗാന്ധി തൊടൽമാല. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ നനുത്ത തോളിൽ തൊട്ടു ഞാനുമ്മ, കടലു കര കയ്യേറുമാറ് മനുഷ്യരാകെ ഇരമ്പിയാർത്തു, വൈക്കം ജെട്ടിയിൽ ബോട്ടെടുത്തു ഗാന്ധി വന്നുമ്മ, നാട്ടില് കാന്തി വന്നുമ്മ. ഗാന്ധി കാലു വച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു, രണ്ടു പല്ലു പോയ മോണ സൂര്യൻ ചിരിച്ചു, വിത്ത് പൊട്ടിച്ചെടിയായി വൈക്കമുരുവാടിയായി, നോക്കി നിൽക്കേ എന്തു മായം പൂത്തുലഞ്ഞുമ്മ, കാന്തി പൂത്തുലഞ്ഞുമ്മ. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ തിളങ്ങുമുയിരിൽ തൊട്ടു ഞാനുമ്മ, ഗാന്ധി കേറി തുറന്ന കാറിൽ കൂടി ഞാൻ പിന്നാലെ ജോറിൽ, വള്ളി പോലെ പടർന്നു കാറിൻ വക്കിൽ ഞാനുമ്മ, വന്മലയിൽ മുകിൽ കീറി വീണു പെയ്യും പോലെ, വൻകടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ, തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലിഴ ചേർന്ന കൽബിൽ തൊട്ടു ഞാനുമ്മ. പിന്നൊരു നാളിന്ത്യ രണ്ടു തുണ്ടായി, കാന്തിയോടപര കാന്തി ചേർന്നതിൽ മിന്നലുണ്ടായി, തൊട്ടടുത്തു നിന്നു പാഞ്ഞു മൂന്നു തീയുണ്ട, മുട്ടിലൊന്നു നിന്നു പിന്നെ വീണുപോയിന്ത്യ. ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം മക്കളെ. ആദ്യത്തെ 4 വരി നോക്കി. തൊട്ടു
ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ നനുത്ത തോളില് തൊട്ടു ഞാനുമ്മ. ഗാന്ധിജി വൈക്കത്തെത്തിച്ചേർന്നപ്പോൾ മഹാത്മാവിൻ്റെ പട്ടുപോലെ നനുത്ത തോളില് തൊട്ടു ഞാനുമ്മ എന്ന് കുട്ടി പറയുകയാണ്. ആരോട് പറയുകയാണ്? കുട്ടിയുടെ ഉമ്മായോട്, അമ്മയോട് പറയുകയാണ്. പട്ടുപോലെ നനുത്ത അദ്ദേഹത്തിൻ്റെ തോളിൽ തൊടാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കുട്ടി ഇവിടെ കരുതുന്നത്. കടലുകര കയ്യേറുമാറ് മനുഷ്യരാകെ ഇരമ്പിയാർത്തു, വൈക്കം ജെട്ടിയിൽ ബോട്ടടുത്തു, ഗാന്ധി വന്നുമ്മ, നാട്ടില് കാന്തി വന്നുമ്മ. അടുത്ത വരികളിൽ എന്താണ് കുട്ടി ഉമ്മയോട് പറഞ്ഞിരിക്കുന്നത്? കടൽ കര കവിഞ്ഞൊഴുകുന്നത് പോലെയാണ് ഗാന്ധിജിയെ കാണാൻ ജനസഞ്ചയം ആർത്തു വിളിച്ച് എത്തിയത്. അതിനെയാണ് ഇവിടെ കടലു കര കയ്യേറുമാറ് മനുഷ്യരാകെ ഇരമ്പിയാർത്തു എന്ന് പറയുന്നത്. വൈക്കം എന്ന സ്ഥലത്തെ ബോട്ട് ജെട്ടിയിലാണ് ഗാന്ധിജി വരുന്ന ബോട്ടെടുത്തത്. ഗാന്ധിജി എത്തുമ്പോൾ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ വെളിച്ചം പരന്നുവെന്നാണ് ഇവിടെ കുട്ടി ഉമ്മായോട് പറഞ്ഞിരിക്കുന്നത്. കാന്തി വന്നുമ്മ എന്നാണ് അവസാനത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. കാന്തി എന്താണ്? വെളിച്ചം, തെളിച്ചം അല്ലെങ്കിൽ തേജസ്സിനെയൊക്കെയാണ് നമ്മൾ കാന്തി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗാന്ധി വന്നുമ്മ, നാട്ടില് കാന്തി വന്നുമ്മ എന്നാണ് കുട്ടി പറഞ്ഞത്. ഗാന്ധിജി അവിടെ എത്തിയതോടെ ആ നാട്ടില് വെളിച്ചമെത്തി എന്നാണ് പറയുന്നത്. ഗാന്ധി കാലുവെച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു, രണ്ടു പല്ലു പോയ മോണ സൂര്യൻ ചിരിച്ചു. ഗാന്ധിജി ബോട്ട് ജെട്ടിയിൽ വന്നു. എവിടെ? വൈക്കം ജെട്ടിയിൽ ബോട്ടെടുത്തതും അദ്ദേഹം വന്നു താഴെ ഇറങ്ങി. അതാണ് ഗാന്ധി കാലുവെച്ചു മണ്ണിലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഗാന്ധി ആ സ്ഥലത്ത് വന്നപ്പോൾ, ഗാന്ധിജി അവിടെ വന്ന് മണ്ണിൽ കാലുവെച്ചപ്പോൾ തന്നെ ശാന്തി വിത്തു തരിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് ഗാന്ധിജിയുടെ വരവ് നാട്ടിൽ സമാധാനത്തിൽ അധിഷ്ഠിതമായ ഒരു വിപ്ലവത്തിന് തുടക്കമിട്ടു എന്നാണ് ഈ കവിതയിലെ വരികളിൽ സൂചിപ്പിക്കുന്നത്. പല്ലില്ലാത്ത മോണ കാട്ടി ഗാന്ധിജി പുഞ്ചിരിക്കുമ്പോൾ വിദ്വേഷത്തിൻ്റെ കാലം അവസാനിക്കുകയും സമാധാനത്തിൻ്റെ കാന്തി പുലരുകയും ചെയ്യുന്നു. അതാണിവിടെ രണ്ടു പല്ലു പോയ മോണ സൂര്യൻ ചിരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. വിത്തു പൊട്ടി ചെടിയായി വൈക്കം ഒരു വാടിയായി, നോക്കി നിൽക്കെ എന്തുമായം പൂത്തുലഞ്ഞുമ്മ, കാന്തി പൂത്തുലഞ്ഞുമ്മ. ഈ വരികളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ? ശാന്തിയുടെ വിത്ത് പൊട്ടി മുളച്ച് ചെടിയാവുകയും വൈക്കം സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ ഒരു പൂവാടിയായിട്ട്, പൂന്തോട്ടമായിട്ട് മാറുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി നിൽക്കെ ഒരു വിസ്മയം പോലെ ശാന്തിയുടെ സൗന്ദര്യം അങ്ങനെ അവിടെ മൊട്ടാകെ പൂത്തുലഞ്ഞു. വീണ്ടും കുട്ടി ഉമ്മായോട് പറയുകയാണ്, തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ തിളങ്ങുമുയിരിൽ തൊട്ടു ഞാനുമ്മ. അതായത് പട്ടുപോലെ തിളങ്ങുന്ന ഗാന്ധിയുടെ ദേഹത്ത് തൊടുമ്പോൾ യഥാർത്ഥത്തിൽ കുട്ടി എവിടെയാണ് തൊടുന്നത്? ഗാന്ധിയുടെ ആത്മാവിലാണ്. ആ ആത്മാവിനെയാണ് കുട്ടി തൊട്ടറിയുന്നതെന്നാണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം കവിതയുടെ തുടക്കത്തിൽ പട്ടുപോലെ നനുത്ത തോളിൽ തൊട്ടു ഞാൻ ഉമ്മ എന്നായിരുന്നു കുട്ടി പറഞ്ഞത്. അതിവിടെ വന്നപ്പോഴോ പട്ടുപോലെ തിളങ്ങുമുയിരിൽ തൊട്ടു ഞാൻ ഉമ്മ എന്നായി. ഗാന്ധി കേറി തുറന്ന കാറിൽ കൂടി ഞാൻ പിന്നാലെ ജോറിൽ, വള്ളി പോലെ പടർന്നു കാറിൻ വക്കിൽ ഞാനുമ്മ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗാന്ധിജി തുറന്ന കാറിൽ യാത്ര ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടെ താൻ അദ്ദേഹത്തെ പിന്തുടർന്നു എന്നാണ് കുട്ടി ഉമ്മയോട് പറയുന്നത്. കാറിൻ്റെ അരികിലൂടെ ഒരു വള്ളി പടരുന്നത് പോലെ വക്കു ചേർന്ന് യാത്ര ചെയ്തുവെന്നാണ് കുട്ടി ഇതേക്കുറിച്ച് പറയുന്നത്. ഗാന്ധിജി ആ തുറന്ന കാറിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നാലെ ജോറിൽ എന്ന് വെച്ചാൽ വളരെ ഉത്സാഹത്തോടെ ഒരു വള്ളി മരത്തെ പറ്റിച്ചേർന്ന് പടർന്നു പോകുന്നത് പോലെ കാറിനെ പറ്റിച്ചേർന്ന്, കാറിൻ്റെ വക്കിൽ പറ്റിച്ചേർന്ന് ഞാനും പോയെന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. അടുത്ത വരികൾ നോക്കാം മക്കളെ. വൻമലയിൽ മുകിൽ കീറ് വീണു പെയ്യും പോലെ, വൻകടലിൽ നീർച്ചാലു വന്നു ചേരും പോലെ. വൻമല എന്താണ്? വലിയ മലകൾ. വലിയ മലയിൽ മുകിൽ എന്താണ്? മേഘം. മുകിൽ എന്നാൽ മേഘമാണ്. അപ്പോൾ വലിയ മലകളിൽ മേഘങ്ങളുടെ ചെറിയ കഷ്ണങ്ങൾ വന്ന് മഴയായിട്ട് പെയ്യുന്നത് പോലെയും,
വൻകടലിൽ നീർച്ചാല്, വലിയ കടലിൽ ചെറിയ നീർച്ചാലുകൾ വന്നു ചേരുന്നത് പോലെയും ഒട്ടേറെ മനുഷ്യർ ഗാന്ധിജിയുടെ ആദർശവും കാഴ്ചപ്പാടും ജീവിതവും ഒക്കെ ഒരു ചര്യയായിട്ട് സ്വീകരിക്കുന്നുവെന്ന് അൻവർ അലി ഇവിടെ പറയുകയാണ്. നമ്മുടെ ഗാന്ധിജിയെ കാണാൻ അവിടെ തിക്കി തിരക്കി എത്തിയ ജനസാഗരത്തെയും കൂടി ഈ വരികളിൽ ഉപമിക്കുന്നുണ്ട്. അതായത് വലിയ മലകളിൽ മേഘങ്ങളുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ വന്ന് മഴയായിട്ട് പെയ്യുന്നത് പോലെയും വലിയ കടലിലേക്ക് ചെറിയ നീർച്ചാലുകൾ വന്നു ചേരുന്നത് പോലെയും ഒട്ടേറെ മനുഷ്യരവിടെ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. ഓക്കെ, അടുത്ത വരികൾ നോക്കാം. തൊട്ടു ഞാൻ ഉമ്മ ഗാന്ധിയെ തൊട്ടു ഞാൻ ഉമ്മ, പട്ടുപോലിഴ ചേർന്ന ഖൽബിൽ തൊട്ടു ഞാനുമ്മ. ഖൽബ് എന്താണ് മക്കളെ? ഹൃദയം. ഖൽബ് എന്നാൽ ഹൃദയമാണേ. പട്ടുപോലെ ഇഴ ചേർന്ന ഗാന്ധിജിയുടെ കൽബിൽ, ഹൃദയത്തിൽ തൊടാൻ കുട്ടിക്ക് കഴിഞ്ഞുവെന്നാണ് കുട്ടി ഇവിടെ ഉമ്മായോട് പറയുന്നത്. ഗാന്ധിജിയുടെ ഹൃദയം ഇന്ത്യ എന്ന മഹത് ആശയത്തിൻ്റെ ആത്മാവാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടല്ലേ. അതുകൊണ്ടാണ് ഇവിടെ പട്ടുപോലിഴ ചേർന്ന ഖൽബെന്ന് ഗാന്ധിജിയുടെ ഹൃദയത്തെ കുട്ടി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്രയേറെ മൃദുത്വമുള്ളതാണ്, മൃദുലമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. അതുകൊണ്ടാണ് പട്ടുപോലിഴ ചേർന്ന ഖൽബെന്ന് പറഞ്ഞിരിക്കുന്നത്. പട്ടിൻ്റെ നൂലുകൾ കൊണ്ട് ഇഴ ചേർത്ത് തുന്നിയെടുത്തതുപോലെയാണ്. അത്രയ്ക്ക് പരിശുദ്ധമായ ചിന്തകളും പ്രവൃത്തികളുമുള്ള ഒരു ഹൃദയമാണ് അദ്ദേഹത്തിൻ്റേത്. അതിലും തനിക്ക് തൊടാൻ കഴിഞ്ഞു എന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് മുന്നത്തെ വരികളിൽ പറഞ്ഞതുപോലെ തന്നെ ഗാന്ധിജിയുടെ ദേഹത്ത്, ശരീരത്തൊന്ന് സ്പർശിക്കുന്നതിലൂടെ ഗാന്ധിയുടെ ആത്മാവാണ് കുട്ടി തൊട്ടറിയുന്നത്. അവസാനത്തെ വരികൾ നോക്കാം. പിന്നൊരു നാൾ ഇന്ത്യ രണ്ടു തുണ്ടായി, കാന്തിയോടപര കാന്തി ചേർന്നതിൽ മിന്നലുണ്ടായി. പിന്നീട് ഇന്ത്യ രണ്ട് തുണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായോ? ഇന്ത്യ രണ്ട് തുണ്ടുകളായിട്ട്, രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ വിളക്കുമരമായിരുന്നു നമ്മുടെ ഗാന്ധിജി. എന്നാൽ മതത്തിൻ്റെ പേരിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കാന്തിക്ക്, അദ്ദേഹത്തിൻ്റെ തെളിച്ചത്തിന്, തേജസ്സിന് മങ്ങലുണ്ടായി എന്നതിനെയാണ് അപരകാന്തി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. കാന്തി, അപരകാന്തി. അതായത് വെളിച്ചം, വെളിച്ചത്തിനുണ്ടാകുന്ന മങ്ങൽ, അതാണ് അപരകാന്തി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം ഗാന്ധിജിയുടെ സ്വപ്നം അല്ലെങ്കിൽ ആദർശമൊക്കെ എങ്ങനെയായിരുന്നു? ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? മതത്തിൻ്റെ പേരിലൊന്നും മനുഷ്യർ തമ്മിൽ പോരാടാൻ പാടില്ല, വിഭജിക്കപ്പെടാൻ പാടില്ല. പക്ഷേ മതത്തിൻ്റെ പേരിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തേജസ്സിന്, അദ്ദേഹത്തിലെ വെളിച്ചത്തിന് മങ്ങലുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അത്രയേറെ വേദനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മങ്ങലേറ്റു. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ വരികൾ. തൊട്ടടുത്തു നിന്നു പാഞ്ഞു മൂന്ന് തീയുണ്ട, മുട്ടിലൊന്നു നിന്നു പിന്നെ വീണുപോയി ഇന്ത്യ. അതായത് തൊട്ടടുത്തു നിന്ന് പാഞ്ഞു വന്ന 3 തീയുണ്ടകളാണ് ഗാന്ധിജിയുടെ ജീവൻ എടുത്തതെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു നിമിഷം മുട്ടിൽ നിന്ന ശേഷം ആ മഹാത്മാവ് മരണത്തിന് കീഴടങ്ങി. മഹാത്മാവിൻ്റെ മരണം ഇന്ത്യയുടെ മരണം തന്നെയായിട്ടാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഗാന്ധി ഉയർത്തിയ ഉദാത്തമായ ആശയങ്ങളും ശാന്തിയുടെ സന്ദേശവും 3 വെടിയുണ്ടകളാൽ എന്ത് ചെയ്യപ്പെട്ടു മക്കളെ? അതെ, സംഹരിക്കപ്പെട്ടു. പുതിയ കാലത്തെ കവിയാണ് അൻവർ അലി. തൻ്റെ കവിതയിൽ അദ്ദേഹം അനുസ്മരിക്കുന്ന ഗാന്ധിജിയുടെ ജനപക്ഷ ആശയങ്ങളും അവയ്ക്കേറ്റ പ്രഹരവും കാലത്തെ അതിജീവിക്കുന്നുവെന്ന് നിസ്സംശയം നമുക്ക് പറയാമല്ലേ. ഗാന്ധിജി ഇല്ലാതായപ്പോൾ ഇന്ത്യയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീക്ഷകളും കൂടിയല്ലേ മക്കളെ ഇല്ലാതായത്? ഗാന്ധിവധം ഒരാളെയാണോ കൊന്നത്? അല്ല, ഇന്ത്യയെ തന്നെയാണ് കൊന്നതെന്ന് ഈ വരികളിലൂടെ, ഈ കവിതയിലെ ഓരോ വരികളിലൂടെയും കവി സൂചിപ്പിക്കുന്നുണ്ട്. ദശകങ്ങൾ കഴിഞ്ഞിട്ടും ഗാന്ധിജിയുടെ ആത്മാവ് നമ്മോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നത് കൊണ്ടാവാം ഈ കവിത പുതിയ കാലത്തും ഇത്രയധികം പ്രസക്തമായത്. മക്കളെ, ഈ അവസാനത്തെ വരിയിൽ തൊട്ടടുത്തു നിന്നു പാഞ്ഞു 3 തീയുണ്ട എന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തെ വെടിയുതിർത്ത് കൊന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്, നമ്മുടെ ഗാന്ധിജിയെ. അതെന്നായിരുന്നു? ആരായിരുന്നു നിറയൊഴിച്ചത് അറിയാമോ? 1948 ജനുവരി 30 ആ ദാരുണ സംഭവം നടന്നത്.
ആരായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധിയെ കൊന്നത്, വെടിവെച്ച് കൊന്നത്? നാഥുറാം വിനായക് ഗോഡ്സെ എന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്. ഇത്രയും മനോഹരമായ, അർത്ഥവത്തായ, ഹൃദയത്തിൽ ആഴത്തിലിറങ്ങി തറച്ചു നിൽക്കുന്ന കവിത അത് രചിച്ചത് ആരാണ്? അൻവർ അലി. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ആധുനിക മലയാള കവികളിൽ പ്രമുഖനാണ് ഇദ്ദേഹം. ടോട്ടോച്ചാൻ എന്ന പ്രസിദ്ധമായ കൃതി മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് അൻവർ അലിയാണ്. 1966 ജൂലൈയിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴാണ് അദ്ദേഹം ജനിച്ചത്. 1983 മുതൽ അദ്ദേഹം ആനുകാലികങ്ങളിൽ കവിത എഴുതി ശ്രദ്ധേയനായി മാറി. കവി എന്ന നിലയിൽ മാത്രമല്ല കേട്ടോ, വിവർത്തകൻ, എഡിറ്റർ, സിനിമ, ഡോക്യുമെൻ്ററി എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശ്രദ്ധേയനാണ്. മഴക്കാലം പ്രധാന കൃതിയാണ്. ഇനി നമ്മുടെ സ്വന്തം ഗാന്ധിജിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും മഹത്തായ നേതാക്കളിൽ ഒരാളാണ് ഗാന്ധിജി. അദ്ദേഹത്തെ സ്നേഹത്തോടെ നമ്മൾ എന്താ വിളിച്ചിരുന്നത്? ബാപ്പുജി എന്ന് വിളിക്കുന്നു. സത്യവും അഹിംസയും ഉപയോഗിച്ച് ലോകത്തെ മാറ്റാമെന്ന് തെളിയിച്ച വ്യക്തിയാണ് ഗാന്ധിജി. നമ്മുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹം. മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അദ്ദേഹം 1969 ഒക്ടോബർ 2 ഗുജറാത്ത് സംസ്ഥാനത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി, അമ്മയുടെ പേര് പുത്ലിബായി. ബാല്യകാലം മുതൽ അദ്ദേഹം സത്യസന്ധനും ലളിത സ്വഭാവമുള്ളവനുമായിരുന്നു. അമ്മയുടെ നല്ല ശീലങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ഗാന്ധിജിയെ വളരെയധികം സ്വാധീനിച്ചു. ഗാന്ധിജി തൻ്റെ സ്കൂൾ പഠനം ഗുജറാത്തിൽ പൂർത്തിയാക്കി. തുടർന്ന് നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ വക്കീലായിട്ട്, ലോയറായിട്ട് പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. പിന്നീട് ജോലി സംബന്ധമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയപ്പോൾ അവിടെ ഇന്ത്യക്കാരോട് നടക്കുന്ന അനീതികൾ അദ്ദേഹം കണ്ടു. ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാരെ അപമാനിക്കുകയും അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ട്രെയിനിൽ നിന്ന് നിറം കാരണം അദ്ദേഹത്തെ ഇറക്കിവിട്ട സംഭവം അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു. ഇതിനുശേഷം അദ്ദേഹം അനീതിക്കെതിരെ സമാധാനപരമായ സമരങ്ങൾ ആരംഭിച്ചു. അവിടെ തന്നെയാണ് അദ്ദേഹം സത്യാഗ്രഹമെന്ന സമരരീതി വികസിപ്പിച്ചത്. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഗാന്ധിജി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളെ ഒന്നിച്ചു ചേർത്തു. അദ്ദേഹം ജനങ്ങളോട് അഹിംസയും, അതായത് ഹിംസയില്ലാത്ത സമരവും സത്യവും പാലിക്കാൻ പറഞ്ഞു. ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ സ്വാതന്ത്ര്യം നേടാമെന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. പ്രധാന സമരങ്ങൾ നിസ്സഹകരണ സമരം, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ഉപ്പ് സത്യാഗ്രഹം, സാൾട്ട് മാർച്ച്, ക്വിറ്റ് ഇന്ത്യ സമരം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഈ സമരങ്ങളൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വലിയ ശക്തി നൽകുകയുണ്ടായി. ഗാന്ധിജി എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു മക്കളെ? വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഗാന്ധിജി. അദ്ദേഹം സാധാരണ ഖാദി വസ്ത്രം ധരിച്ചിരുന്നു. സ്വയം ജോലി ചെയ്യുന്നതിലും ലളിതമായ ഭക്ഷണം കഴിക്കുന്നതിലും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എല്ലാവരും സമത്വത്തോടെ ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഇന്ത്യയിൽ ഗാന്ധി ജയന്തിയായി നമ്മൾ ആഘോഷിക്കുന്നു. ആ ദിവസം രാജ്യത്തുടനീളം അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ആദർശങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു. മഹാത്മാഗാന്ധി സത്യവും അഹിംസയും ഉപയോഗിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്നും ലോകത്തിന് പ്രചോദനമാണ്. ഗാന്ധിജിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാം മക്കളെ? എപ്പോഴും സത്യം പറയുക, ആരെയും വേദനിപ്പിക്കരുത്, സമാധാനത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ലളിതമായ ജീവിതം നയിക്കുക, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക. ഇതൊക്കെ നമ്മൾ ഗാന്ധിജിയിൽ നിന്നും പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ അവസാനം തന്നിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തണം. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കവിത താളമിട്ട് ചൊല്ലൂ എന്നാണ്. ഒരു താളത്തിൽ നമ്മൾ ചൊല്ലി നോക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ ഈണങ്ങളൊക്കെ കണ്ടെത്തി മക്കളൊന്ന് ചൊല്ലി നോക്കുക. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിവധം യഥാർത്ഥത്തിൽ ഒരാളെ കൊല്ലലല്ല, ഇന്ത്യയെ കൊല്ലലാണ്. ഇക്കാര്യം കവിതയിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഗാന്ധിവധം ഒരു വ്യക്തിയുടെ മരണമായിട്ടല്ല, മറിച്ച് ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ തന്നെ പതനമായിട്ടാണ് ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ കവി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തൊട്ടടുത്തു നിന്നു പാഞ്ഞു 3 തീയുണ്ട,
മുട്ടിലൊന്നു നിന്നു പിന്നെ വീണുപോയി ഇന്ത്യ. വെടിയേറ്റ് വീണത് ഗാന്ധിജി ആയിരുന്നു. പക്ഷേ വീണുപോയി ഇന്ത്യ എന്ന് കവി പ്രയോഗിക്കുന്നതിലൂടെ ഗാന്ധിജിയുടെ വധം ഇന്ത്യയുടെ ആത്മാവിനും അഹിംസ എന്ന അടിസ്ഥാന തത്വത്തിനും ഏറ്റ വലിയ ആഘാതവും തകർച്ചയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഗാന്ധിജിയെ കാണാൻ നിരവധി ആളുകൾ ഒരുമിച്ചെത്തി എന്നത് കവിതയിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? ഇതുപോലുള്ള മറ്റു പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തൂ. ഗാന്ധിജിയെ കാണാൻ വലിയ ജനക്കൂട്ടം തന്നെ ഒരുമിച്ചെത്തിയതിനെ കടലുകര കയ്യേറുമാറ് മനുഷ്യരാകെ ഇരമ്പിയാർത്തു എന്നാണ് ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് കടലിലെ തിരമാല അടിച്ച് കരയിലേക്ക് കയറി വരുന്നത് പോലെ ആളുകൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അടുത്തു വരുന്നതിനെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. കാറിൽ പോകുന്ന ഗാന്ധിജിയുടെ പിന്നാലെ ജനങ്ങൾ കൂടിയതിനെയും ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. വൻമലയിൽ മുകിൽക്കീറ് വീണു പെയ്യും പോലെ വൻകടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ എന്നാണത്. ഗാന്ധിജിയോട് ജനങ്ങൾക്കുണ്ടായിരുന്ന വലിയ സ്നേഹവും എല്ലാവരും ഗാന്ധിജിക്ക് അരികിലേക്ക് പ്രവാഹമായി വന്നു ചേരുന്നതിനെയുമാണ് ഈ വരികളിലൂടെ കവി സൂചിപ്പിച്ചിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം നോക്കാം മക്കളെ. ഗാന്ധി കാലു വെച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഗാന്ധിജി വൈക്കത്ത് കാൽ കുത്തിയതോടെ ഒരു സമാധാനപരമായ വലിയ വിപ്ലവത്തിനുള്ള തുടക്കം തന്നെ കുറിക്കുകയുണ്ടായി. ഗാന്ധിജിയുടെ സാന്നിധ്യം ജനമനസ്സുകളിൽ സമാധാനത്തിൻ്റെയും അഹിംസയുടെയും ഒക്കെ വിത്തുകൾ മുളയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. ഈ വിത്ത് പൊട്ടി ചെടിയായി വൈക്കം ഒരു പൂവാടിയായി, അതായത് പൂന്തോട്ടം പോലെ മനോഹരമായി മാറി. ഗാന്ധിജിയുടെ വരവ് വൈക്കത്തെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുകയും അവിടെ സാമൂഹിക ഐക്യം ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് ഈ വരികളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ശാന്തിയുടെ തുടക്കവും പിന്നീട് അവിടെയുണ്ടായ മാറ്റങ്ങളുമാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം മക്കളെ. അവസാനത്തെ ചോദ്യം, വൻമലയിൽ മുകിൽക്കീറ് വീണു പെയ്യും പോലെ വൻകടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ. ഇതുപോലെ അക്ഷരങ്ങളും വാക്കുകളും ആവർത്തിച്ച് ഭംഗി കൂട്ടിയ മറ്റേതെല്ലാം വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്താനാവും? ഏതൊക്കെ വരികളുണ്ട് മക്കളെ? തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ നനുത്ത തോളില് തൊട്ടു ഞാനുമ്മ, ഗാന്ധി വന്നുമ്മ നാട്ടില് കാന്തി വന്നുമ്മ, ഗാന്ധി കാലു വെച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു, വിത്തു പൊട്ടി ചെടിയായി വൈക്കമൊരു വാടിയായി, പൂത്തുലഞ്ഞുമ്മ കാന്തി പൂത്തുലഞ്ഞുമ്മ, ഗാന്ധി കേറി തുറന്ന കാറിൽ കൂടി ഞാൻ പിന്നാലെ ജോറിൽ. ഈ വരികളിലൊക്കെ അക്ഷരങ്ങളും വാക്കുകളും എല്ലാം ആവർത്തിച്ച് ഭംഗി കൂടുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമേ. താങ്ക്സ് ഫോർ വാച്ചിങ്.